ഹലോ എവരിവൺ, വെൽക്കം ടു AD അക്കാഡമി. പാർട്ട് 2 ക്വസ്റ്റ്യൻ 47 തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും, അതായത് F=G×m1×m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രസ്താവിക്കുന്നു. ഇത് G ആൻഡ് R എന്നിവ യഥാക്രമം എന്താകുന്നു? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമ സമവാക്യം എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. ഇതിൽ ഓരോ ചിഹ്നവും എന്താ സൂചിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ജി എന്താണ്? അത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ഇതിന്റെ മൂല്യം 6.674 × 10⁻⁻11 ആണ്. അതിന്റെ ആർ എന്ന് പറയുന്നത് ഇത് രണ്ട് കണികളുടെയോ വസ്തുക്കളുടെയോ പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരത്തെയാണ്, അതായത് സെന്റർ ഓഫ് മാസ് ആണ്. ജി ആൻഡ് ആർ എന്നിവ യഥാക്രമം ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കവും പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരവുമാണ്. ക്വസ്റ്റ്യൻ 48. ആഗോളതാപന സാധ്യത അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റായ ഓപ്ഷൻ. 1, 4 ആൻഡ് 5 ഇത്തരം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. പ്രസ്താവന 1 എന്താണ് പറയുന്നത്? വിവിധ ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്രത്തോളം താപം നിലനിർത്തുന്നു എന്ന് താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ് GWP. ഇതിനായി കാർബൺ ഡയോക്സൈഡിനെയാണ് അടിസ്ഥാനമായി എടുക്കുന്നത്. പ്രസ്താവന 4 GWP പല കാലയളവുകളിലേക്ക്, അതായത് 20, 100, 500 വർഷം വരെ കണക്കാക്കാം. പക്ഷേ അന്താരാഷ്ട്ര കാലാവസ്ഥാ കരാറുകൾ 100 വർഷത്തെ കാലയളവാണ് എടുക്കാറുള്ളത്. പ്രസ്താവന 5 ഓരോ വാതകത്തിൻ്റെയും ആഘാതം കാർബൺ ഡയോക്സൈഡ് തുല്യമായ അളവിലേക്ക് മാറ്റുന്നതിലൂടെ ആഗോളതലത്തിൽ മലിനീകരണ നിയന്ത്രണ തന്ത്രങ്ങൾ രൂപീകരിക്കാൻ ഇത് സഹായിക്കുന്നു. പ്രസ്താവന 2 എന്തുകൊണ്ടാണ് തെറ്റിയത്? നമുക്ക് GWPനെ രണ്ട് പ്രധാന കാര്യങ്ങളായിട്ട് ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ ക്ലാസിഫൈ ചെയ്താൽ വികിരണ കാര്യക്ഷമതയും അതുപോലെ അന്തരീക്ഷ ആയുസ്സുമാണ്. വികിരണ കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ റേഡിയേറ്റീവ് എഫിഷ്യൻസി, അതായത് വാതകം എത്ര ശക്തമായി ഊർജ്ജം ആഗിരണം ചെയ്യുന്നു എന്നുള്ളതും, അന്തരീക്ഷ ആയുസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ലൈഫ് ടൈം, വാതകം എത്ര കാലം അന്തരീക്ഷത്തിൽ നശിക്കാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രസ്താവന 3 പറയുന്നത് റഫറൻസ് വാതകമായി ഉപയോഗിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്, മീഥേൻ അല്ല. അപ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ GWP മൂല്യം 1 നിശ്ചയിച്ചിരിക്കുന്നു. മീഥേൻ്റെ 100 വർഷത്തെ GWP ഏകദേശം 28 to 30 ആണ്. ക്വസ്റ്റ്യൻ 49. IUPAC, അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി പ്രഖ്യാപിച്ച 2024 രസതന്ത്രത്തിലെ മികച്ച 10 ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകളെ, അതായത് ടോപ്പ് 10 എമർജിംഗ് ടെക്നോളജീസ് ഇൻ കെമിസ്ട്രി പ്രതിനിധീകരിക്കുന്ന ശരിയായ ഗ്രൂപ്പ് തിരിച്ചറിയുക. ശരിയായ ഓപ്ഷൻ ആക്റ്റീവ് അഡ്സോർപ്ഷൻ, ആപ്റ്റാമറസ്, മെക്ലീൻസ്, ട്രൈബോ ഇലക്ട്രിക്, നാനോ ജനറേറ്റേഴ്സ്. അതായത് ആഗോള വ്യവസായത്തിലും സുസ്ഥിര വികസനത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ള 10 സാങ്കേതിക വിദ്യകളുടെ പട്ടിക IUPAC എല്ലാ വർഷവും പുറത്തുവിടാറുണ്ട്. ഓപ്ഷൻ എയിലാണ് നൽകിയിരിക്കുന്ന 4 സാങ്കേതിക വിദ്യകളും 2024 ഔദ്യോഗിക പട്ടികയിൽ ഉൾപ്പെട്ടുള്ളവയാണ്. ആക്റ്റീവ് അഡ്സോർപ്ഷൻ എന്താണ്? അന്തരീക്ഷത്തിൽ നിന്നോ വായു പ്രവാഹങ്ങളിൽ നിന്നോ ദോഷകരമായി മലിനീകരണ വസ്തുക്കളെയോ കാർബൺ ഡയോക്സൈഡിനെയോ ഫലപ്രദമായി കെണിയിലാക്കാൻ രൂപകൽപ്പന ചെയ്ത ആധുനിക മെറ്റീരിയൽ സംവിധാനങ്ങളാണ് ആക്റ്റീവ് അഡ്സോർപ്ഷൻ. ആപ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ നിർദ്ദിഷ്ട തന്മാത്രകളുമായി മാത്രം ബന്ധിക്കാൻ ശേഷിയുള്ള കൃത്രിമ DNA അല്ലെങ്കിൽ RNA തന്മാത്രകൾ. ഇത് രോഗനിർണയത്തിനും ടാർഗറ്റഡ് മെഡിസിനും സഹായിക്കുന്നു. മെക്സീൻസ് എന്ന് പറയുന്ന ട്രാൻസിഷൻ ലോഹങ്ങളുടെ ആറ്റം അളവിലുള്ള കനം കുറഞ്ഞ പാളികൾ ചേർന്ന ദ്വിമാന സംയുക്തങ്ങളാണ്. ഇവയ്ക്ക് മികച്ച വൈദ്യുത ചാലകതയുണ്ട്. ഊർജ്ജ സംഭരണത്തിന് ഇത് ഉപയോഗിക്കുന്നു. ട്രൈബോ ഇലക്ട്രിക്, നാനോ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചലനങ്ങൾ, ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ കാറ്റ് എന്നിവയിൽ നിന്നുമുള്ള ഘർഷണത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ഉപകരണങ്ങളാണ്. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ അന്ന് പുതുതായി ചേർക്കപ്പെട്ട മൂലകങ്ങളിൽ ഉൾപ്പെടാത്ത ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഓട് മൂലകം കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലിവർമോറിയം. ആധുനിക ആവർത്തന പട്ടികയുടെ 7ാമത്തെ വരി പൂർത്തിയാക്കാൻ ആവശ്യമായ അവസാന 4 മൂലകങ്ങളുടെ കണ്ടുപിടുത്തം IUPAC അംഗീകരിക്കുകയും അവയ്ക്ക് ഔദ്യോഗികമായ പേര് ഉൾപ്പെടുത്തുകയും ചെയ്തത് 2016 നവംബറിലാണ്. എന്നാൽ ലിവർമോറിയം ഇതിന് മുമ്പ് 2012 തന്നെ ആവർത്തന പട്ടികയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതിനാൽ ഇത് 2016 പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റപ്പെട്ട മൂലകമാണ്. 2016 ചേർക്കപ്പെട്ടത് 7ാമത്തെ പീരീഡ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. 1ാമത്തേത് നിഹോണിയം. അതിൻ്റെ ആറ്റോമിക് നമ്പർ 113 ആണ്. ഏഷ്യയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ കണ്ടെത്തി പേരിട്ട ആദ്യത്തെ മൂലകമാണ്. മോസ്കോവിയം ആറ്റോമിക് നമ്പർ 115 ആണ്.
റഷ്യയിലെ ഡുബ്നയിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആദരിക്കുന്നതിനായി റീജിയൻ്റെ പേരിൽ നിന്ന് നൽകിയതാണ്. നെക്സ്റ്റ് ആണ് ടെന്നസിൻ, ആറ്റോമിക് നമ്പർ 117. USA ടെന്നസിൻ സംസ്ഥാനത്തിൻ്റെ പേരിൽ നിന്ന് നൽകിയതാണ്. അടുത്താണ് ഓഗനസൻ, ആറ്റോമിക് നമ്പർ 118. പ്രശസ്ത ന്യൂക്ലിയർ ഫിസിസ്റ്റ് യൂറി ഓഗനസിൻ്റെ പേരിൽ നിന്നാണ് ഇത് നൽകിയിട്ടുള്ളത്. ഇത് ആവർത്തന പട്ടികയിലെ ഏറ്റവും അവസാനത്തെയും ഉയർന്ന ആറ്റോമിക് നമ്പറുള്ളതുമായ മൂലകമാണ്. ക്വസ്റ്റ്യൻ 51. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിഞ്ഞാണ് ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടാവുക? എന്തൊക്കെയാണ് ഓപ്ഷൻ? ആവശ്യം വർഷങ്ങളുടെ എണ്ണം എക്സ് എന്ന് നമുക്ക് എടുക്കാം. എക്സ് വർഷങ്ങൾക്ക് ശേഷമാണ് ഹെലൻ്റെ പ്രായം. അതായത് ഹെലന് 41, മകൾക്ക് 9 വയസ്സാണ്. അപ്പോൾ എക്സ് വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളത് നമുക്ക് 41 പ്ലസ് എക്സ് എന്ന് എടുക്കാം. എക്സ് വർഷങ്ങൾക്ക് ശേഷം മകളുടെ പ്രായം എന്തായിരിക്കും? 9 + x ആയിരിക്കുമല്ലോ. അപ്പോൾ ചോദ്യത്തിൽ ഇതനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 41 + x, അതായത് അത്രയും വർഷം കഴിഞ്ഞ് ഹെലൻ്റെ പ്രായം എന്നുള്ളത് 3 ഇരട്ടി പ്രായം ഉണ്ടാകുന്നതാണ്. അപ്പോൾ 3 × 9 + x ചെയ്യാം. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? സോൾവ് ചെയ്ത് വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 7 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 52. ഒരു ഗണിത പരീക്ഷയിൽ വിജയശതമാനം 87.5% ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്? നോക്കാം. പരാജയപ്പെട്ടവരുടെ ശതമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 100% അല്ലേ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എഴുതിയ ശതമാനം കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12.5%. അപ്പോൾ ഈ ശതമാനം വെച്ച് നമുക്ക് എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് എങ്ങനെ കണക്കാക്കാം? അപ്പോൾ നമുക്ക് ഈ 12.5നെ ഒന്ന് സോൾവ് ചെയ്യാം. 1/8 ആക്കാം. അപ്പോൾ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം ടി എന്ന് നമുക്ക് എടുക്കാം. ടോട്ടൽ കുട്ടികളുടെ എണ്ണം. അപ്പോൾ ആകെ കുട്ടികളുടെ 1/8 ഭാഗമാണ് പരാജയപ്പെട്ട 7 പേരെന്നുള്ളത്. അപ്പോൾ 1/8 × ടി, അതാണ് എന്ത്? 7. ഇതിൽ നിന്നും ടി നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ടിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 56 എന്ന് കിട്ടും. അപ്പോൾ ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എത്രയാണ് എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ ബി 56. അടുത്തത് 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? ക്വസ്റ്റ്യൻ 53. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു പ്രത്യേക ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ നമുക്കിതിനെ ഘട്ടം ഘട്ടങ്ങളായിട്ട് തിരിച്ചു നോക്കാം. ഈ ചോദ്യത്തിൽ പറയുന്ന 5 പുരുഷന്മാരോ അല്ലെങ്കിൽ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് 78 ദിവസം കൊണ്ടാണ് ജോലി പൂർത്തിയാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഈ 5 പുരുഷന്മാരെന്നുള്ളത് 12 സ്ത്രീകളെന്ന് എടുക്കാം. അപ്പോൾ 5 + 12 ഇവർ ഒരുമിച്ച് ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് പണി പൂർത്തിയാവുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 12 എന്നുള്ളത്, അതായത് 12 സ്ത്രീകൾ എന്നുള്ളത് = 5 പുരുഷന്മാരാണല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും ചേരുന്നുള്ളത് 5ന് നമുക്ക് 12 വിമൻ എന്നുള്ളത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 24 എന്നുള്ളൊരു നമ്പർ കിട്ടും. ഇനി എത്ര ദിവസം? അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പിനെ M1 എന്ന് എടുക്കാം. ഇൻറ്റു D1 എന്നുള്ളത് എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് = M2 × D2, അതായത് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുന്നതും എത്ര ദിവസം കൊണ്ട് അത് ചെയ്ത് തീർക്കുന്നുള്ളതാണ്. അപ്പോൾ D2 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ M1 എന്നുള്ള ആദ്യത്തെ ഗ്രൂപ്പിൽ 12 വിമൻ ഇൻറ്റു 78 ദിവസം കൊണ്ടാണെങ്കിൽ = രണ്ടുപേരും കൂടി ചേർന്നത് നമുക്ക് 24 എന്ന് എടുക്കാം ഇൻറ്റു D2. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 39 കിട്ടും. അപ്പോൾ 39 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 54. ക്വസ്റ്റ്യൻ 54. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729ഉമാണ്. അതിൻ്റെ 11ാമത്തെ പദം എന്താണ്? ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലെ n അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ, ഏതെങ്കിലും ഒരു പദം n എന്ന് കാണാനുള്ള സമവാക്യമാണ് an = a × r⁻n−1. a എന്നുള്ളത് ആദ്യത്തെ പദമാണ്. r എന്നുള്ളത് പൊതു അംശബന്ധം അല്ലെങ്കിൽ കോമൺ റേഷ്യോ. ഇനി തന്നിരിക്കുന്ന വിവരങ്ങൾ സമവാക്യമായിട്ട് നമുക്ക് എഴുതി നോക്കാം. 5ാമത്തെ പദം a5 എന്ന് എടുക്കാം. അത് 27 ആണ്. 8ാമത്തെ പദം 729 ആണ്. ഇത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ആദ്യ പദമായ a ഒഴിവാക്കാനായി സമവാക്യം 2നെ സമവാക്യം 1 കൊണ്ട് നമുക്ക് ഹരിക്കാം. ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് r = 3 എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് rൻ്റെ വാല്യൂ കിട്ടി 3 എന്നാണ്. ഇനി 11ാമത്തെ പദം കാണാനുള്ള സമവാക്യത്തിൽ അപ്ലൈ ചെയ്യാം.
ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 19,683. ക്വസ്റ്റ്യൻ 56. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിൻ്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണെങ്കിൽ കുപ്പിയുടെ വില എത്രയാണ്? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കുപ്പിയുടെ വില കാണാൻ എന്ത് വേണം? നമുക്ക് എക്സ് എന്ന് എടുക്കാം. വെള്ളത്തിൻ്റെ വില വൈ എന്നും കരുതാം. അപ്പോൾ എക്സ് പ്ലസ് വൈ, ആകെ വില നമുക്ക് തന്നിട്ടുള്ളത് 15 രൂപയാണ്. ഇനി വൈ എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിൻ്റെ വില കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 12 എന്ന് എടുക്കാം. ഒന്നാമത്തെ സമവാക്യത്തിൽ വൈയുടെ വില നൽകിയാൽ എക്സ് പ്ലസ് 12 എന്ന് എടുക്കാം. സോ ഈക്വൽ ടു 15. പിന്നെ സോൾവ് ചെയ്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ 1.50, അതാണ് കുപ്പിയുടെ വില. ക്വസ്റ്റ്യൻ 57. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര തുക ലഭിക്കും? നമുക്കിതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം. A ഈക്വൽ ടു P ഇൻറ്റു 1+R/100⁻n. അതിൽ P എന്നുള്ളത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അത് എത്രയാണ്? 6 ലക്ഷം രൂപയാണ്. പലിശ നിരക്ക് R ഈക്വൽ ടു 5% വാർഷിക കൂട്ടുപലിശ. ഇനി സമയം എത്ര വർഷത്തിലാണ്? 3 വർഷത്തിന് ശേഷം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഈ വിലകളെല്ലാം നമുക്ക് സമവാക്യത്തിൽ കൊടുക്കാം. സോൾവ് ചെയ്ത് വന്നാൽ നമുക്ക് ഓപ്ഷൻ എ ഈക്വൽ ടു എത്ര കിട്ടും? ഓപ്ഷൻ ബി ആണ് അല്ലേ, 6,94,575 രൂപയാണ്. ക്വസ്റ്റ്യൻ 58. ഒരു വസ്തുവിൻ്റെ പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭശതമാനം എത്രയാണ്? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ആകെ വസ്തുക്കളുടെ അളവ് 2 യൂണിറ്റാണെന്ന് കരുതുക. ആകെ വാങ്ങിയ വില 100 രൂപയ്ക്ക് ഒരു ഐറ്റം വാങ്ങുകയാണ്. അതിന് പകുതി 50 നമുക്ക് ഭാഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഒരു വസ്തുവിൻ്റെ പകുതി ഭാഗം അത് വാങ്ങിയ ഇരട്ടി വിലയ്ക്ക് വിൽക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വിറ്റ വില നമുക്ക് എത്ര കണക്കാക്കാം? ഇരട്ടിയല്ലേ, അതായത് 2 × 100. 200 രൂപയ്ക്ക് നമ്മൾ ആ ഒരു 50 രൂപയുടെ പകുതി ഭാഗം വിൽക്കുകയാണ്. ആ വിറ്റ പകുതി ഭാഗത്തിൻ്റെ വാങ്ങിയ വില എത്രയായിരുന്നു? 50 രൂപയായിരുന്നു. ലാഭം നമുക്ക് എങ്ങനെ കണക്കാക്കാം? വിറ്റ വില മൈനസ് വാങ്ങിയ വില, അതായത് 200 മൈനസ് 50, അപ്പോൾ 150 രൂപയാണ് നമുക്ക് വരുന്നത്. ഇനി ലാഭശതമാനം കണക്കാക്കാൻ എന്ത് ചെയ്യാം? ഇത് കിട്ടിയ ലാഭം ബൈ ആ പകുതി വാങ്ങിയ വില ഇൻറ്റു 100, അപ്പോൾ 300% ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായ ആൻസർ. ക്വസ്റ്റ്യൻ 59. വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ശരാശരി പ്രായം 64 ആണ്. ഒരു അംഗം ഗ്രൂപ്പ് വിടുമ്പോൾ ശരാശരി പ്രായം 62 കുറയുന്നു എങ്കിൽ പോയ വ്യക്തിയുടെ പ്രായം എത്രയാണ്? ഇതിനായി നമുക്ക് 9 പേരുടെ ആകെ പ്രായം കണക്കാക്കാം. 9 × 64 ആദ്യത്തെ ശരാശരി പറയുന്നത്. അപ്പോൾ 576 വർഷമാണ്. ഇതിൽ ഒരാൾ ഗ്രൂപ്പ് വിട്ടപ്പോൾ ബാക്കിയുള്ള എത്ര പേരുണ്ടായിരിക്കും? 8 പേരാണ്. അപ്പോൾ ആ 8 പേരുടെ പുതിയ ആകെ പ്രായം നമുക്ക് 62 എടുക്കാം. ശരാശരി പ്രായം 62 പറയുന്നത്. അപ്പോൾ 496. 576 മൈനസ് 496 ചെയ്താൽ നമുക്ക് ഗ്രൂപ്പ് വിട്ടുപോയ വ്യക്തിയുടെ പ്രായം കിട്ടുന്നത് 80 ആണ്. 60. 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായി മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സമചതുര ടൈലുകളുടെ എണ്ണം എത്രയാണ്? ഇതിനായി നമുക്ക് ആദ്യം അളവുകൾ നോക്കാം. നീളവും വീതിയും നമുക്ക് ആദ്യം മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അതിന് നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. അപ്പം ഏറ്റവും കുറഞ്ഞ എണ്ണം ടൈലുകൾ വേണമെങ്കിൽ ഓരോ ടൈലിൻ്റെയും വലിപ്പം ഏറ്റവും കൂടിയതായിരിക്കണം. അതിനായി നീളത്തിൻ്റെയും വീതിയുടെയും ഉസാഗ അല്ലെങ്കിൽ HCF നമുക്ക് കാണാം. ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് 15 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. അതായത് ഒരു സമചതുര ടൈലിൻ്റെ വശത്തിൻ്റെ നീളം 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതിന് ശേഷം നമുക്കൊരു റോയും കോളം പോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ 525 ബൈ ഒരു ടൈലിൻ്റെ സൈഡാണ് പറയുന്നത് 15, അതുപോലെ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അപ്പോൾ ടോട്ടൽ ഫ്ലോറിൻ്റെ ഏരിയ ബൈ നമ്പർ ഓഫ് ടൈൽസ് കിട്ടാൻ വേണ്ടി ടോട്ടൽ ഫ്ലോറിൻ്റെ ഏരിയ ബൈ ടൈലുകളുടെ ഒരൊറ്റ ടൈലിൻ്റെ ഏരിയ. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ കിട്ടുന്ന ആൻസറാണ് ഓപ്ഷൻ എ, 1190. 61. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം. നമുക്ക് വരികളിനെ 6 എന്നും ഒരു വരിയിലെ കുട്ടികളുടെ എണ്ണം X എന്നും എടുക്കാം. തന്നിരിക്കുന്ന സിനാറിയോ നമുക്ക് ഇക്വേഷൻ പോലെ എഴുതാം. ആകെ കുട്ടികളുടെ എണ്ണം നമുക്ക് ക്യാപിറ്റൽ N എടുക്കാം. ആകെ കുട്ടികളുടെ എണ്ണം 6 × X ആണ്. കേസ് 1 എന്ന് പറയുന്നത് വരിയിൽ 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവാണ്. അപ്പോൾ
x+3 x എന്നുള്ള സ്റ്റുഡൻസ് ആണ്, x+3 സ്റ്റുഡൻസ് കൂടുതലായ r-1 r എന്നുള്ളത് വരിയാണ്. നെക്സ്റ്റ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ അവിടെ ഫോം ചെയ്തു. കേസ് 2 എന്താ, വരിയിൽ 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരി കൂടുതൽ. അതിന് x-3 ഇൻറ്റു r+2 എന്ന് എടുക്കാം. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ കൂട്ടുമ്പോൾ 3r എന്നുള്ളത് ഇല്ലാതായി x=9 നമുക്ക് കിട്ടും. ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കൊടുത്താൽ റീപ്ലേസ് ചെയ്താൽ ആകെ കുട്ടികളുടെ എണ്ണം നമുക്ക് 4 × 9 which is question 62. 85 × 87 × 89 × 91 × 95 × 96നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? തന്നിരിക്കുന്ന ഗുണനഫലത്തെ പ്രധാന സംഖ്യകളെ ഘടകങ്ങളാക്കി നമുക്ക് മാറ്റാം. ഈ ഘടകങ്ങൾ പരസ്പരം ഗുണിച്ചാൽ നമുക്ക് 100 എന്ന് ലഭിക്കും. അപ്പോൾ ഗുണിക്കാനുള്ള വലിയ സംഖ്യയിൽ 100 ഒരു ഘടകമായി അടങ്ങിയിരിക്കുന്നതിനാൽ ആ സംഖ്യയെ 100 കൊണ്ട് നിശേഷം നമുക്ക് ഹരിക്കാൻ പറ്റും. അതിനാൽ ശിഷ്ടം 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ 63. ABCDEF എന്നീ 2 മൂന്നക്ക സംഖ്യകളിൽ ABCDEF എന്നിവ വ്യത്യസ്തമായ പൂജ്യമല്ലാത്ത അക്കങ്ങളാണ്. കൂടാതെ ABC + DEF = 11,111 എങ്കിൽ A + B + C + D + E + F ൻ്റെ മൂലം എത്രയായിരിക്കും? ഇതിനായി കൂട്ടേണ്ട സംഖ്യകൾ താഴെ കാണുന്ന രീതിയിൽ നമുക്ക് എഴുതാം. ABC + DEF. അപ്പോൾ നമുക്കറിയാം C + F കൂട്ടിക്കഴിഞ്ഞാൽ ശിഷ്ടം വരുന്നത്, അപ്പോൾ 0 അല്ലാത്തതിനാൽ നമുക്ക് 10 അല്ല 11 ആയിരിക്കും വരിക. അപ്പോൾ 1 10ൻ്റെ സ്ഥാനം. അടുത്തത് B + C ആണെങ്കിലും അത് 1 + B + C കൂട്ടിയാൽ അവിടെ 11 തന്നെയായിരിക്കാം വരുന്നത്. ഇവിടെ ശിഷ്ടം 1. 100ൻ്റെ സ്ഥാനം നോക്കിയാലും A + D 1 + A + D = അതും 11. അപ്പം A + D = 10 ആയിരിക്കാം. നമ്മളോട് ചോദിച്ചിട്ടില്ല A + D + B + E + C + F ആണ്. അതിന് നമുക്ക് ഇതുപോലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 10 + 10 + 11 എന്ന് കിട്ടും, which is equal to ഓപ്ഷൻ 31 ആണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ 64. കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? രാവിലെ 8 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെ കടന്നുപോയ സമയം 6 ആണ് ഇല്ലേ വ്യത്യാസം. ക്ലോക്കിൻ്റെ വട്ടം 360 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഒരു സർക്കിൾ ഉള്ളത്. അപ്പോൾ മണിക്കൂർ സൂചി 12 മണിക്കൂർ കൊണ്ട് ഈ ഒരു 360 ഡിഗ്രി പൂർത്തിയാക്കുന്നുണ്ട്. 1 മണിക്കൂർ കൊണ്ട് സൂചി കറങ്ങുന്ന കോണളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രി / 12 ആണ്, which is 30 ഡിഗ്രി. എങ്കിൽ 6 മണിക്കൂർ കൊണ്ട് കറങ്ങുന്നത് എന്തായിരിക്കും? 6 × 30 ഡിഗ്രിയാണ്. സോ ഇറ്റ് ഇസ് 180 ഡിഗ്രി. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ 65. ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുക്കും. അതേ ക്ലോക്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? ക്ലോക്ക് മണിയടിക്കാൻ എടുക്കുന്ന സമയം എന്നത് ആ മണിയടിക്കാൻ എടുക്കുന്ന ഇടവേളകളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ 5 തവണ മണിയടിക്കുമ്പോൾ അവയ്ക്കിടയിൽ 5 - 1 = 4 ഇൻ്റർവെൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഇടവേളയുടെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ കണക്കാക്കാം 8/4 which is equal to 2. 8 സെക്കൻഡിൽ എടുക്കുന്നത്. അപ്പോൾ 10 തവണ മണിയടിക്കുമ്പോൾ അവയ്ക്കിടയിൽ 10 - 1 which is 9 ഉണ്ടാകും. അപ്പോൾ ആവശ്യമായ ആകെ സമയം എന്നുള്ള 9 × 2 ആണ്, which is 18. ക്വസ്റ്റ്യൻ 66. ഒരു ക്യൂ നിൽക്കുമ്പോൾ നിങ്ങൾ 2 അറ്റത്തു നിന്നും 9ാമത്തെ വ്യക്തിയാണെങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഇതിനായി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങളുടെ സ്ഥാനം മുമ്പിൽ നിന്നും 9ാമതും പുറകിൽ നിന്ന് 9ാമതുമാണ്. അപ്പോൾ ആകെ ആളുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മുൻപിൽ നിന്നുള്ള സ്ഥാനം പ്ലസ് പുറകിൽ നിന്നുള്ള സ്ഥാനം -1 ചെയ്താൽ മതി. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആകെ ആളുകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 9 + 9 - 1 which is ഓപ്ഷൻ സി 17. ക്വസ്റ്റ്യൻ 67. ആദ്യ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? 8 20 തവണയാണ്. ഒറ്റയുടെ സ്ഥാനത്ത് 8 വരുന്നത് എത്ര വട്ടം ഉണ്ടായിരിക്കും? 8 തവണയാണ്. 10ൻ്റെ സ്ഥാനത്ത് 8 വരുന്നത് എത്രയാണ്? അതും 10 തവണയാണ്. അപ്പോൾ ആകെ എണ്ണം 10 + 10 20 തവണയാണ്. ക്വസ്റ്റ്യൻ 68. ഇതിൽ കൂട്ടത്തിൽ കൂടാത്ത സംഖ്യ ഏത്? ഓപ്ഷൻ ബി 324 ആണ്. കാരണം 324 ഒഴികെയുള്ള മറ്റെല്ലാ സംഖ്യകളുടെയും അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 10 ലഭിക്കും. എന്നാൽ 324ൻ്റെ അക്കങ്ങളുടെ തുക 9 ആണ്. അതിനാലാണ് ഇത് കൂട്ടത്തിൽ ചേരാത്തത്. ക്വസ്റ്റ്യൻ 69. ടാങ്കിൽ 1/4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ 180 ലിറ്റർ വെള്ളമുള്ളപ്പോൾ ടാങ്കിൻ്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ടാങ്കിൻ്റെ ആകെ വെള്ളം കൊള്ളാവുന്ന ശേഷി എത്രയാണ്? 135 ലിറ്റർ × 4, അതായത് 540 ലിറ്ററാണ്. അതായത് ടാങ്കിൽ 1/4 ഭാഗം വെള്ളത്തിൽ 135 ആണെങ്കിൽ 1/4 എന്ന് പറഞ്ഞാൽ 1/4 ഭാഗമാണ്. അപ്പോൾ 135 × 4 ഇത് 540 ആണ് ടാങ്കിൻ്റെ ആകെ ടോട്ടൽ കൊള്ളാവുന്ന ഒരു ശേഷി എന്നുള്ളത്.
ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 180 ലിറ്റർ വെള്ളമുള്ളപ്പോൾ ടാങ്കിൻ്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? അപ്പോൾ എന്ത് ചെയ്യാം? 180 ലിറ്റർ വെള്ളം ഉള്ളപ്പോൾ നിറഞ്ഞ ഭാഗം കണ്ടുപിടിക്കാനായിട്ട് 180/540 സോൾവ് ചെയ്താൽ മതി. അപ്പോൾ 1/3 ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ 70. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. ഓപ്ഷൻ സി 66 ആണ്. അപ്പോൾ 1, 6, 13, 24, 41 ഇത്രയും സംഖ്യകളാണ് നമുക്കൊരു ശ്രേണിയിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിശദീകരണം ഇനി നമുക്ക് എങ്ങനെ നോക്കാം? അടുത്തടുത്തുള്ള സംഖ്യകൾ നമ്മൾ മൈനസ് ചെയ്യുക. 6 - 1, 13 - 6 ഇതേപോലെ നമുക്ക് മൈനസ് ചെയ്താൽ നമുക്കിങ്ങനെ ഒരു ഓർഡർ കിട്ടും. 5, 7, 11, 17. ഇനി ഇവയെ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഓർഡർ കിട്ടും. കറക്റ്റ് 2, 4, 6 എന്നുള്ള രീതിക്ക്. അപ്പോൾ അതിനനുസരിച്ച് ആ വ്യത്യാസം വരുന്നത് 8 ആയിരിക്കും. അപ്പോൾ 17 + 8 25. ഇത് ശ്രേണിയിലെ അടുത്ത സംഖ്യ നമുക്ക് എങ്ങനെ കൂട്ടാം? 41 + 25 = 66 ആണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ഡാഷ് സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ്സ് ബൈ ആഫ്റ്റർനൂൺ. വി ഹാവ് ഓപ്ഷൻസ്. ഓപ്ഷൻ ബോത്ത് 2 and 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ബോത്ത് ആം ഐ സപ്പോസ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെൻറ്റ് ബൈ ആഫ്റ്റർനൂൺ എന്ന് ചോദിക്കാം. ആർ ആൻഡ് ഐ can be followed by supposed to form a grammatically correct question about an obligation. So should I cannot be followed by supposed to because should is already a modal verb expressing obligation. Question 72. Students are advised to refrain dash bad company. Refrain എന്ന് പറഞ്ഞാൽ തടയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചീത്ത കാര്യം ചെയ്യാതിരിക്കാം. From. The verb refrain is a fixed prepositional phrase that always pairs with from when indicating that someone should stop themselves from doing an action. ഇപ്പോൾ തടി ഓർക്കാനായി ഡയറ്റ് എടുക്കുന്ന ഒരാൾ ദേ ഷുഡ് റെഫ്രെയിൻ ഫ്രം ഈറ്റിംഗ് ജങ്ക് ഫുഡ് അല്ലേ? അപ്പോൾ അവരതിൽ നിന്നും തടയണം എന്നുള്ളതാണ്. അപ്പോൾ റെഫ്രെയിൻ ഓൾവേസ് ഫോളോഡ് ബൈ ഫ്രം. അപ്പോൾ ഇതുപോലെയുള്ള പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഏതൊക്കെയാണ് വരിക? ഇപ്പോൾ സെപ്പറേറ്റ് ഫ്രം അങ്ങനത്തെ ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. ക്വസ്റ്റ്യൻ 73. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക് ഡാഷ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണല്ലേ? പ്രോനൗൺ നമുക്ക് ചെക്ക് ചെയ്യാം. ഫ്യൂ വർക്കേഴ്സ് ആണ്. അപ്പോൾ അവർ എന്തേ വരുള്ളൂ? പ്ലൂറലായിട്ടുള്ളൊരു പ്രോനൗണാണ്. നമുക്ക് ദേ എടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വേർബ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്സിലറി വേർബ് പ്ലസ് പ്രോനൗണാണ് നമുക്ക് ആ ഒരു പാർട്ടിൽ വരുന്നത്. പക്ഷേ ഇവിടെ ഓക്സിലറി വേർബ് നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ തരാത്തതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഡിഡ് എടുക്കാം. പിന്നെ പാർട്ടിസിപ്പേറ്റ് എന്നുള്ളത് V2 ആണല്ലേ? പാസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഡു എന്നുള്ള ഒരു ഫോം മാറ്റി ഡിഡ് എന്നാക്കാം. എഗെയിൻ എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് എന്നുള്ളത് പോസിറ്റീവാണ്. സെൻറ്റൻസിൽ പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഡിഡ് ഇൻ ഡേ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ 74. വെർ ഇസ് ദ ബസ് സ്റ്റാൻഡ് സെഡ് ദ യങ് മാൻ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്കാണ് നമുക്ക് മാറ്റേണ്ടത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ദ യങ് മാൻ വാണ്ടഡ് ടു നോ വെർ ദ ബസ് സ്റ്റാൻഡ് വൂസ്. ഇത് തന്നിരിക്കുന്നത് ഏതിലാണ്? വെർ ഇസ് ദ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റിലാണ്. ഇതിന് നമുക്ക് ഡയറക്റ്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റാം. ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പങ്ക്ച്വേഷൻസും എല്ലാം കറക്റ്റായിട്ട് നോക്കാം. ദ യങ് മാൻ വാണ്ടഡ് ടു നോ വേർ ദ ബസ് സ്റ്റാൻഡ് വോസ്. സിംഗർ പെർഫോംഡ്. ഓപ്ഷൻ ഡി മെലോഡിയസ്ലി അറ്റ് ദ കൺസേർട്ട് ഫോർ 2 hours ആണ്. സോ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സിൻടാക്സ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഓർഡർ അനുസരിച്ച് adverb modifying a verb to follow the manner, place, time, order rule. ഈ ഒരു റൂൾ ഒന്ന് ആലോചിച്ച് വെക്കുക. adverbs എന്ന് പറഞ്ഞാൽ എന്താ? വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ്. സിംഗർ പെർഫോം എവിടെയാണ് പെർഫോം ചെയ്തത്? മെലോഡിയസ്ലി. സോ അത് മാനർ ആണ്. എങ്ങനെയാണ് പെർഫോം ചെയ്തത്? മെലോഡിയസ്ലി ആയിട്ട്. നെക്സ്റ്റ് വരേണ്ടത് പ്ലേസ് ആണ്. എറ്റ് ദ കൺസേർട്ടിൽ വെച്ച്. പിന്നെ വരുന്നതാണ് ടൈം. ഇപ്പോൾ MPT എന്ന് പഠിച്ചു വയ്ക്കുക. ഇതാണ് ഒരു സെൻറ്റൻസിൻ്റെ റൂൾ. adverbs അല്ലെങ്കിൽ വേർബിനെ മോഡിഫൈ ചെയ്യുന്ന ഒരുപാട് adverbs അവിടെ വരുന്നുണ്ട്. എവിടെയാണ് നടന്നത്, എങ്ങനെയാണ് ചെയ്തത്, എത്ര നേരം ചെയ്തു എന്നുള്ളതൊക്കെ ആക്ഷനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ MPT മാനർ, പ്ലേസ്, ടൈം എന്നുള്ള റൂൾ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 76. I express my strong desire to learn dash kayaking dash canoeing to know the differences. ആ ഒരു പറയുന്ന പേഴ്സണ് രണ്ടും. സോ ദി സെൻറ്റൻസ് എൻഡ്സ് വിത്ത് ഫ്രേസ് ടു നോ ദ ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളും പഠിക്കാനുള്ള ഇൻറ്റൻസ് ഡിസയർ ഉണ്ടായിരിക്കണം. അവർ വ്യത്യാസം മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നല്ല, അപ്പോൾ കയാക്കിങ് മാത്രം പഠിച്ചേക്കാനോ അറിയില്ല. സോ വി ക്യാൻ യൂസ് ബോത്ത് ആൻഡ് എന്നുള്ള കൺജങ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. Question 77. There are no less than 50 packets of noodles in the carton. ഇവിടെ എന്താണ്
തെറ്റായിട്ട് വന്നിട്ടുള്ളത്. സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി. ദർ ആർ നോ ഫ്യൂവർ ദാൻ 50 പാക്കറ്റ്സ് ഓഫ് ന്യൂഡിൽസ് ഇൻ ദ കാർട്ട്. അപ്പോൾ പാക്കറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലൂറൽ കൗണ്ടബിൾ നൗണാണ്. ഇൻ ഫോർമൽ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഫ്യൂവർ ഇസ് സ്ട്രിക്ട്ലി യൂസ്ഡ് ഫോർ തിങ്സ് യു ക്യാൻ കൗണ്ട്. പാക്കറ്റ്സ്, പീപ്പിൾ, ബുക്ക് ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഫ്യൂവറിന് യൂസ് ചെയ്യണം. ലെസ് അല്ല. ലെസ് ഈസ് യൂസ്ഡ് ഫോർ അൺകൗണ്ടബിൾ മാസ് അമൗണ്ട്സ്. ക്വസ്റ്റ്യൻ 78. നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിറ്റാർ ഫോർ 20 years. അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ ഞാൻ ഗിറ്റാർ വായിക്കാൻ തുടങ്ങി 20 years ആവുമെന്നാണ് നമുക്ക് ശരിക്കും മലയാളത്തിൽ നോക്കിയാൽ പറയേണ്ടത്. അപ്പോൾ വിൽ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത 20 yearsന് നെക്സ്റ്റ് ഇയർ ഐ വിൽ പ്ലേ ഗിറ്റാർ ഫോർ 20 years. അത് കറക്റ്റ് ആണോ? ദ ഫ്രേസ് ഫോർ 20 years സ്പെസിഫൈസ് എ കണ്ടിന്യൂസ് ഡ്യൂറേഷൻ ഓഫ് ടൈം ബിക്കോസ് ദിസ് ഓൺഗോയിങ് ആക്ഷൻ വിൽ ഹിറ്റ് ഇറ്റ്സ് 20-year milestone അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോകുന്ന കാര്യമുള്ള ആൾ ചെയ്തു 20 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാവും പറയുന്നുണ്ടാവുക. നെക്സ്റ്റ് വിൽ ഹാവ് ബീൻ പ്ലേയിങ് ആൻഡ് വിൽ ഹാവ് ബീൻ പ്ലേയ്ഡ് ആൻഡ് വിൽ നോട്ട് ബി പ്ലേയിങ്. സോ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ആണ് കറക്റ്റ്. വിൽ ഹാവ് ബീൻ പ്ലേയ്ഡ് എന്ന് പറയുമ്പോൾ അത് എന്തായി? അത് പാസീവ് വോയിസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 79. ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ? ചേഞ്ച് ഇറ്റ് ഇൻ ടു പാസീവ് വോയിസ്. നമ്മൾ പറഞ്ഞുള്ളൂ ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ എന്നുള്ളത് ആക്റ്റീവ് വോയിസിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ പാസീവ് വോയിസ് ആക്കാം? ഇതിൽ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ള ഒരു ഇൻവേർഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഏതാ വരിക? അവിടുത്തെ കഴിഞ്ഞ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരികയാണ്. ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് ടുഡേ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ വേർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്നുള്ളതായിട്ട് മാറും. അതുപോലെ ടെൻസിൻ്റെ ചേഞ്ചും പഠിച്ചു വയ്ക്കാം. ക്വസ്റ്റ്യൻ 80. ഹിസ് ടീച്ചർ ട്രൈഡ് ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യൂബിൾ അഡ്വൈസസ്. കറക്റ്റ് ദ സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് എങ്ങനെ കറക്റ്റ് ചെയ്യാം? എക്സ്പ്ലനേഷൻ നോക്കാം. ഹിസ് ടീച്ചർ ട്രൈഡ് ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യൂബിൾ അഡ്വൈസ്. ഇതാണ് കറക്റ്റ്. അഡ്വൈസസ് ഉപദേശങ്ങൾ എന്ന് പറയില്ല, ഒരിക്കലും പ്ലൂറലായിട്ട് പറയില്ല, അഡ്വൈസ് എന്നേ പറയുള്ളൂ. ഇനി ഈ സിയും എസും തമ്മിലുള്ള വ്യത്യാസം എന്താ? അഡ്വൈസ് എന്നുള്ള സി ആണെങ്കിൽ അത് നൗണും, അഡ്വൈസ് എസ് സി എന്നുള്ളതാണെങ്കിൽ ഉപദേശിക്കുക എന്നുള്ള അർത്ഥമാണ്, വെർബായിട്ടാണ് വരുന്നത്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ സി ആണെങ്കിൽ ഉപദേശം, അഡ്വൈസ് എസ് ആണെങ്കിൽ ഉപദേശിക്കുക എന്നുള്ളൊരു വെർബാണ്. ഈ ഒരു വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. The verb try requires an infinitive verb pattern, tried to, rather than a preposition phrase. അപ്പോൾ tried to എന്നുള്ളതും ഒരു കറക്റ്റ് prepositional phrase ആണ്. അപ്പോൾ അതും കൂടി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 81. Yesterday Tim parked in a restricted area and the police dashed his truck. So option A impounded ആണ് കറക്റ്റ് ആൻസർ. Impounded which means to officially seize and take legal custody of something due to a violation of the law. നിയമം തെറ്റിച്ചതിന് ലീഗലായിട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നതിനാണ് ഇംപൗണ്ടഡ് എന്ന് പറയുന്നത്. അടുത്ത എന്തൊക്കെയാണ്? ഇംപ്രിസൺ എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കാരെ ജയിലിൽ അടയ്ക്കുന്നതാണ്, പ്രിസണിൽ അടയ്ക്കുന്നതാണ്, വെഹിക്കിളല്ല. ഇംപെയിൽഡ് എന്ന് പറഞ്ഞാൽ ദിസ് മീൻസ് ടു പിയേഴ്സ് വിത്ത് എ ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ് വെച്ച് തുളയ്ക്കുന്നതാണ് ഇംപെയിൽഡ്. ഇൻറ്റേൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പ്രിസണിൽ കൺഫൈൻ, അല്ലെങ്കിൽ മീൻസ് ടു കൺഫൈൻ സമ്മൺ ആസ് എ പ്രിസണർ, യൂഷ്വലി ഫോർ മിലിറ്ററി ഓർ പൊളിറ്റിക്കൽ റീസൺസ്. അതിനുവേണ്ടി ആൾക്കാരെ കൺഫൈൻമെൻറ്റിലിടുന്നതാണ്. ക്വസ്റ്റ്യൻ 82. I was dash when they rang up and informed that I had won a lottery. ഇതിന് കറക്റ്റ് ഇഡിയം ചൂസ് ചെയ്യാനാണ്. ഓപ്ഷൻ ബി ആണ് ഓൺ ക്ലൗഡ് 9, വിച്ച് മീൻസ് ടു ബി ബ്ലിസ്ഫുള്ളി ഹാപ്പി ഓർ എക്സ്റ്റാറ്റിക്, അത്രയും ഭയങ്കര ഹാപ്പി ആവുക. വിച്ച് ഫിറ്റ്സ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് വിന്നിങ് എ ലോട്ടറി പെർഫെക്റ്റ്ലി. ഇപ്പോൾ ഒരു ലോട്ടറി വിൻ ചെയ്യുന്നത് നമ്മൾ എന്താണ്? അത്രയും ഒരു ഹാപ്പി ആവുക മാക്സിമം. ഇതാണ് എക്സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഫ്ലൈയിങ് ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ടു ലൂസ് വൺസ് ടെമ്പർ സഡൻലി, പെട്ടെന്ന് ദേഷ്യപ്പെട്ടാണ്, ക്ഷമ പോയിട്ട്. അതല്ല, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഹാപ്പിനെസ് തന്നെയാണ്. അടുത്ത് എറ്റ് ലോഗർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ദിസ് ടു മീ ഇൻ എ സ്ട്രോങ് ഡിസഗ്രിമെൻറ്റ് ഓർ ഡിസ്പ്യൂട്ട് വിത്ത് സമ്മൺ, സമ്മതിക്കാതെ ഒരാളായിട്ട് ഡിസഗ്രിമെൻറ്റിലാവുക എന്നുള്ളതാണ്. റെഡ് ഇൻ ദ ഫേസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ഫീലിംഗ് ഡീപ്ലി എംബറസ്ഡ് ഓർ ആംഗ്രി, ദേഷ്യപ്പെടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 83. ഇറ്റ് വാസ് ഹെർ ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ ഇൻ ബോളിവുഡ് മൂവീസ്. ഇതിനൊരു വൺ വേർഡ് കൊടുക്കാനാണ്. ഓപ്ഷൻ സി ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഇസ് ഡെബ്യൂ. So debut, this is defined specifically as a person's first public appearance or performance. ആദ്യ സിനിമ ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഡെബ്യൂ ഫിലിം എന്നൊക്കെ പറയും. നെക്സ്റ്റ് കൾമിനേഷൻ, വിച്ച് മീൻസ് the highest or climatic point of something, usually reached after a long time.
Next, omnipresence. This refers to the state of being widespread or constantly encountered everywhere at once. നമ്മൾ ദൈവത്തിൻ്റെ കൺസെപ്റ്റ് പറയുന്ന പോലെ തന്നെ എല്ലായിടത്തും സർവ്വവ്യാപിയാണെന്നൊക്കെ പറയുന്ന പോലെ എല്ലായിടത്തും പ്രസൻ്റ് ആയെന്നാണ്. നെക്സ്റ്റ്, മാസ്റ്റർ പീസ് മീൻസ് എ വർക്ക് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ആർട്ടിസ്ട്രി സ്കിൽ ഓർ വർക്ക്മാൻഷിപ്പ്. സോ ഫസ്റ്റ് അപ്പിയറൻസിന് നമ്മൾ പറയുന്നതാണ് ഡെബ്യൂ. Next, question 84. The company celebrated the accomplishment of all their goals. So choose the antonym of the underlined word. So ഇവിടെ അണ്ടർലൈൻഡ് വേർഡായിട്ട് വരുന്നത് അക്കംപ്ലിഷ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ല, അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അക്കംപ്ലിഷ്മെൻറ്റിന് ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ഉള്ള വേർഡ്, ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ്. അപ്പോൾ അക്കംപ്ലിഷ്മെൻറ്റ് ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? അതായത് അക്കംപ്ലിഷ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ സക്സീഡ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫെയിലർ ആണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, അക്കംപ്ലിഷ് വിച്ച് മീൻസ് ദ സക്സസ്ഫുൾ അച്ചീവ്മെൻറ്റ് ഓഫ് സംതിങ്. ഫെയിലർ എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ്, ലാക്ക് ഓഫ് സക്സസ്. ഫ്രൂഷനെസ് സിനോണിം, അത് പോസിറ്റീവ് മീനിങ് ആണ്, റിയലൈസേഷൻ ഓർ അറ്റൈൻമെൻറ്റ് ഓഫ് എ പ്ലാൻ, സക്സീഡ് ആവുന്നതാണ്. അപ്പോൾ അത് സെയിം മീനിങ് ആണ്, ആൻറ്റോണിം അല്ല. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ ക്യാരി ഔട്ട് ചെയ്യുക, അത് which means to putting it into effect of a plan. Debacle എന്ന് പറഞ്ഞാൽ this refers to a sudden and ignominious failure or disaster, which is too extreme of an opposite compared to the standard word failure. Next, respondus silvius plate. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതൊരു ഫോറിൻ ഫ്രേസ് ആണ്. ഇപ്പോൾ ഫോറിൻ ഫ്രേസസ് നമുക്ക് PSCയിൽ പഠിക്കാണ്ട്. ഇതൊരു ഫ്രഞ്ച് ഫ്രേസ് ആണ്, കോമൺലി അബ്രിവേറ്റഡ് ആസ് RSVP in invitations, which means reply if you please or answer please എന്നാണ് ഇതിൻ്റെ അർത്ഥം. Respondus silvius plate. Question 88. The thieves dashed the apartment while the family was on a vacation. അപ്പോൾ തീഫ് ആണ് എന്താണ്? ബ്രോക്ക് ഇൻ ടു ആണ്, കടന്ന് നുഴഞ്ഞു കയറുക എന്നുള്ളൊരു ആരുടെ ഒരു ഇല്ലീഗലായിട്ടൊരു പ്രോപ്പർട്ടിയിലേക്ക് കടന്നു പോകുന്നതിനാണ് ബ്രോക്ക് ഇൻ ടു എന്ന് പറയുന്നത്. ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടുക എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, ആൻറ്റിനാസ് ഡാഷ് ഏബിൾ കോക്രോച്ചസ് ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ്. സോ കോക്രോച്ചിൻ്റെ ആൻറ്റിനാസ് അവർക്ക് സറൗണ്ടിങ്സ് സെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ഹിയർ ഇറ്റ് ഇസ് ഇനാബിൾ, ആ ഒരു പ്രിഫിക്സ് EN ആണ് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത് വിത്ത് ദ റൂട്ട് വേർഡ് ഏബിൾ. Question 90. The phenomena of glowing seawater signifies changes in the marine environment. Identify the plural of the underlined word from the choices given. അപ്പോൾ ഫിനോമിനയാണ് അണ്ടർലൈൻ വേർഡ്, അല്ലെങ്കിൽ ഞാൻ ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേർഡിൻ്റെ പ്ലൂറലാണ് ഫിനോമിന. ഓക്കെ, ക്വസ്റ്റ്യൻ 91. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള ഭാഷയായ പദരൂപം ഏത്? സ്റ്റാൻഡേർഡ് ലാംഗ്വേജിന് മലയാളത്തിൽ മാനക ഭാഷ എന്നാണ് പറയുന്നത്. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. പ്രേക്ഷകയാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ 93. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താഴ് പ്ലസ് കോൽ, ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദരൂപം അല്ലെങ്കിൽ സ്പെല്ലിംഗ് ഏതാണ്? വിദ്യാർത്ഥിയുടെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, വിദ്യാർത്ഥി. ക്വസ്റ്റ്യൻ 95. വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ക്വസ്റ്റ്യൻ 96. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത്? മാരാറാണ്, ഓപ്ഷൻ എ. അവർ, ധീരർ, ചിലർ ഇതൊക്കെ ബഹുവചന പദങ്ങളാണ്. ക്വസ്റ്റ്യൻ 97. പാർവതി, ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കേണ്ടത് എങ്ങനെ? പാർവതി, ജായി ആയിട്ടുള്ളവൻ, ഓപ്ഷൻ സി ആണ്. സംസ്കൃതത്തിൽ ജാനി എന്നാൽ ഭാര്യയാണ്, ജായ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് പാർവതി ജായ ആയിട്ടുള്ളവൻ, പാർവതി ഭാര്യയായിട്ടുള്ളവൻ, അതായത് ശിവൻ എന്നാണ് ഈ പദം പിരിച്ചെഴുതേണ്ടത്. ക്വസ്റ്റ്യൻ 98. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ സി, അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. ക്വസ്റ്റ്യൻ 98. പ്ര പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം? പ്രമാണം. ക്വസ്റ്റ്യൻ 100. തുടക്കം തന്നെ ഒടുക്കവുമായി തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ല്? കന്നിപ്പൊകലയും കടലാടും ഒരുമിച്ച്. ഒരു കാര്യം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് അവസാനിക്കുകയോ നശിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളെയാണ് ഈ ഒരു പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത്. So thank you all for watching the video.